ഹലോ ഗായ്സ്, ടെക് വേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാർജിലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഉള്ളിലുള്ളതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാമെന്ന്. ബാർജിൻ്റെ വീഡിയോ പുറമെയുള്ള വീഡിയോസ് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് ബാർജിൽ നിന്നുകൊണ്ട് ബാർജിൻ്റെ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഇല്ല, അതൊന്ന് കാണിച്ചു തരാൻ വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. നേരെ വീഡിയോയിലോട്ട് പോകാം. റൂമിൻ്റെ പുറമേക്ക് പോണ സമയത്ത്, അതായത് ഞാൻ റൂമിലായിരിക്കുമ്പോൾ ഈ ഒരു ചെരുപ്പാണ് ഇടാറ്, പക്ഷേ നമ്മൾ പുറമേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഈ ക്രോക്സ് ടൈപ്പ് ചെരുപ്പില്ല, ഇത് ക്രോക്സ് ഇല്ലാട്ടാ, ഇത് ചാത്തനാണ്. പിന്നെ അതുപോലെ തന്നെ ഷൂ ഇടണട്ടാ. അപ്പോൾ നമുക്ക് ക്രോക്സ് ഇട്ടിട്ട് നമുക്ക് പുറമെയുള്ള കാഴ്ചകൾ കാണാൻ പോവാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ റൂമിൻ്റെ പുറമേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സേഫ്റ്റി ഷൂ കാര്യങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പുറമേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ടാവും. ഈ ഡോറ് തുറന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു വലിയൊരു ഡോർ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വെസലിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഇരുമ്പിൻ്റെ ഡോറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറമേ പോയിട്ട്, അതായത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഷൂ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പാടില്ല. അത് നമുക്ക് ഡക്ക് ഏരിയയിൽ തന്നെ വെക്കണം. ഓക്കെ, അവിടെ പ്രത്യേകം ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലീസ് യൂസ് ഷൂ കവർ ഇഫ് യു ആർ എൻറ്ററിങ് വിത്ത് സേഫ്റ്റി ഷൂ. അതായത് നമ്മൾ സേഫ്റ്റി ഷൂ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നീല കളറിലുള്ള ആ ഒരു കവറില്ലേ, ആ ഒരു കവർ നമ്മുടെ സേഫ്റ്റി ഷൂ ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ടുള്ള. ഈ ഡോർ തുറക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സി എന്ന് പറയണത് ലോക്കും, അതേപോലെ തന്നെ ഈ 0 എന്ന് പറയണത് എന്താണ്, അൺലോക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ലിവർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് അൺലോക്കായി, ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ തുറക്കായിട്ടാ. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ സൺസെറ്റാണ്. ഇത്തിരി നമ്മൾ നേരം വൈകി, 5:45 നേരമായി, അതുകൊണ്ട് സൂര്യനാണ്ട് നന്നായി മറഞ്ഞു തുടങ്ങിയിട്ടാ. പിന്നെ എന്താണ്, ഒരു 5:30 നേരത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു. നമ്മൾ പിന്നെ ഇവിടെ ഡെയിലി സൺസെറ്റ് തന്നെയാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ആയിരിക്കുമ്പോൾ നല്ല നോയ്സൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ട ചുറ്റും ഇങ്ങനെ കടലിലിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു സ്കൈൻ്റെ ഒക്കെ കളറാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട്. നമ്മളൊരു 5:30 നേരത്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സൺസെറ്റ് കിട്ടിയത്. ഞാനിപ്പോൾ എടുക്കാൻ നേരം വൈകി, കാരണം വെച്ചാൽ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5:45, 5:50 ആയി. അപ്പോഴേക്കും നമ്മുടെ സൺസെറ്റൊക്കെ പോയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം എന്തായാലും. സൺസെറ്റ് ഇങ്ങനെ പോയി തുടങ്ങുകയാണ്, പക്ഷെ എന്നാലും ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സമയത്തിൽ, അതായത് ആ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും, പക്ഷേ നമ്മൾ ഇവിടെ ഇത് ഡെയിലി ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ബാർജിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും വരുന്നൊരാഴ്ചയിൽ തന്നെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുവരെയായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്കിത് എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ എന്തായാലും ഞാൻ ചെറിയൊരു രീതിയിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബാർജ് 4 കാലുമാണ് നിൽക്കണതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു, അതായത് 4 ലെഗുമേ. ഓക്കെ, ഏകദേശം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണിച്ചു തരാം. ഏകദേശം ഇതേപോലുള്ള ഒരു 4 ലെഗാണ് കേട്ടോ വരണേ. ഈ ഒരു 4 ലെഗ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 90 മീറ്ററിൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് തന്നെ 90 മീറ്റർ. അതേപോലത്തെ 4 ലെഗാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു കിണറില്ലേ, ആ ഒരു കിണറിൻ്റെ ഒരു 2 കിണറിൻ്റെ ആ ഒരു വ്യാസം ഉണ്ടായിരിക്കും ഈ ഒരു ലെഗ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു 4 ലെഗുമാണ് നമ്മുടെ ഈ ഇത്രയും വലിയ ബാർജ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ബാർജ് നമ്മുടെ കടലിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കടലിൻ്റെ ഇവിടുത്തെ താഴ്ച എന്ന് പറയുന്നത് 20 മീറ്ററാണ് താഴ്ച കേട്ടോ. ഓക്കെ, എന്നിട്ടാണ് ഇത്ര ഹൈറ്റ് കേട്ടോ ഈ ലെഗ് നിൽക്കുന്നത്. ഈ ലെഗ് 4 ലെഗും ഒരേപോലെ ഒരേ സമയത്താണ് ഇത് നമ്മുടെ ബാർജ് മുകളിലേക്ക് കയറുന്നത്, അതേപോലെ തന്നെ ഒരേ സമയത്താണ് ബാർജ് താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രെയിൻ നമുക്ക് അധികം കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ക്രെയിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും കേട്ടോ. എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഡസ്റ്റ്ബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുള്ളത്, അതായത് പ്ലാസ്റ്റിക്കിലും അതുപോലെ മെറ്റലിലും പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അത് വേറെ സെപ്പറേറ്റ് അങ്ങനെയൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് സേവിങ് ബോട്ടാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 പേർക്ക് വരെ ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഞാൻ മാക്സിമം വിചാരിച്ചതിൽ ഒരു 50 പേരൊക്കെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചത് കണ്ടപ്പോൾ. കാരണം അത്ര വലിപ്പം തോന്നിക്കണല്ലോ, പുറമേ നോക്കുമ്പോൾ അത്ര വലിപ്പം തോന്നിക്കണല്ലോ, പക്ഷെ എന്താ പറയുക, ഇത് 150 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അവർ പറഞ്ഞത്. അതേപോലെ നമ്മുടെ ബാർജിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 120 വരുന്നുള്ളൂ. ഇത്തരത്തിൽ ഈ ലൈഫ് സേവിംഗ് ബോട്ട് നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. അവിടെ കറക്കണത് എന്താ മനസ്സിലായ, അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ സ്റ്റേഷനാണ്. നമ്മുടെ ഈ ഓയിൽ ടാങ്കർ ഒക്കെ വന്ന് നിൽക്കും. ഈ ഓയിൽ ടാങ്കർ വരുമ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്യൂൽ സ്റ്റേഷനാണ് നമ്മൾ അവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെയുള്ള ഈ ഫ്യൂല് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്, അതായത് ക്രൂഡ് ഓയിൽ കാര്യങ്ങളൊക്കെ ഇല്ല, അത് അവിടെ നിന്നാണ് പോണത്. ഓക്കെ, ഏകദേശം 1 ദിവസം 2 ദിവസത്തെ സമയം എടുക്കട്ടെ ഇത് മൊത്തം ഫില്ലാവാനായിട്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ചെറിയൊരു ഐറ്റമല്ല.
ഭയങ്കര വലിയ ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ ബാർജിനേക്കാളും ഒരു 3 ഇരട്ടി വലിപ്പം കണ്ടിട്ട് ആ ഒരു ടാങ്കർ എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഓയിൽ ടാങ്കർ വരുന്ന സമയത്ത്, അതായത് ഈ ഓയിൽ ടാങ്കറിൻ്റെ എഞ്ചിനല്ല പ്രവർത്തിപ്പിക്കുക, ഇത് ചലിപ്പിക്കാനായിട്ട് ചെറിയ ബോട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ടാങ്കർ വരുമ്പോൾ അതിൻ്റെ ഇമ്പലർ നമ്മുടെ അടിയിൽ കൂടെ പൈപ്പ് ലൈനൊക്കെ പോകുന്നുണ്ടായിരിക്കും ഈ ക്രൂഡ് ഓയിലിൻ്റെ. അപ്പോൾ അതുമ്പോൾ തട്ടാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള ബോട്ടാണ് ഇതിനെ വലിച്ചു കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫില്ലാവുന്ന സമയത്ത് ഈ ചെറിയ ബോട്ടിനെയാണ് അതിനെ വലിച്ചു കൊണ്ട് പോകുന്നത്. അതൊക്കെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഹെലിപ്പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനിതുവരെ ചോപ്പറിൽ കയറിയിട്ടില്ല, എനിക്കൊന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമുക്കിവിടെ കുളിക്കാനും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫെസിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കടൽ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മുടെ കടൽ വെള്ളം എടുത്തിട്ട് അത് ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തരുന്നത്. ഇനി അതുപോലെ തന്നെ കുടിക്കാനായിട്ട് തരുന്ന വെള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെസ്ലയുടെ ഒരു വാട്ടർ ബോട്ടിലാണ് വരുന്നത്. ആ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് ചെറിയ ബോട്ടിൽ, അതായത് 1.5 ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 350 ml ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബോട്ടിലാണ് നമുക്കിവിടെ തരാം കേട്ടോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി വരുന്ന ആഴ്ചയിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ബാർജിൻ്റെ ഒരു പുറമേ എന്നുള്ളൊരു വ്യൂ എന്തായാലും കാണിക്കുന്നതായിരിക്കും. നമ്മൾ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുറമേ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും നമ്മുടെ ബാർജിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാവുന്നതാണ് കേട്ടോ.